സെഞ്ചുറികളുടെ രാജാവിന് ലോകത്ത് ഏത് മൈതാനവും ഒരുപോലെയാണ്. എന്നാൽ വിശാഖപട്ടണത്ത് എത്തുമ്പോൾ സെഞ്ചുറികൾ കോഹ്ലിയെ മാടി വിളിക്കും. ഭാഗ്യ മൈതാനത്ത് 3 സെഞ്ചുറികളാണ് സൂപ്പർ താരത്തിന്റെ പേരിലുള്ളത്. കോഹ്ലിക്ക് എവിടെയോ നഷ്ടമായെന്ന് ആരാധകർ കരുതിയ വീറും വാശിയും ഈഗോയും തിരിച്ചു വന്നതാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടത്. അതിന് വിമർശകർക്കും ഗൗതം ഗംഭീറിനും നന്ദി. വിശാഖപട്ടണത്തും മിന്നും ഫോം കോഹ്ലി തുടർന്നാൽ കിരീടവും ഇന്ത്യ കൈയടക്കും. 7 മത്സരങ്ങളിൽ 587 റൺസ് നേടിയ കോഹ്ലിയാണ് ഏകദിനത്തിൽ വിശാഖപട്ടണത്ത് ഏറ്റവും അധികം റൺസ് നേടിയ താരം. 3 സെഞ്ചുറികൾ, 2 അർദ്ധ സെഞ്ചുറികൾ, ശരാശരി 97.83. വിശാഖപട്ടണത്ത് ഒരിക്കൽ കൂടി കോഹ്ലി 100-ലെത്തിയാൽ റെക്കോർഡുകൾ ഇനിയും കാത്തിരിപ്പുണ്ട്. ഇന്ത്യൻ ജേഴ്സിയിൽ ആദ്യമായി ഏകദിനത്തിൽ ഹാട്രിക് സെഞ്ചുറി കുറിച്ച താരം വിരാട് കോഹ്ലിയാണ്. 2018-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു കോഹ്ലിയുടെ ഹാട്രിക് സെഞ്ചുറി. 2019 ലോകകപ്പിൽ രോഹിത് ശർമ്മയും നേട്ടത്തിലെത്തി. ഇംഗ്ലണ്ട്, ബംഗ്ലാദേശ്, ശ്രീലങ്ക ടീമുകൾക്കെതിരെയാണ് രോഹിത് തുടരെ 100-ലെത്തിയത്. 2 തവണ ഹാട്രിക് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് കോഹ്ലിക്ക് മുന്നിലുള്ളത്. നിലവിലെ ഫോമിൽ ഭാഗ്യ മൈതാനത്ത് അത് അസാധ്യവുമല്ല. ലോക ക്രിക്കറ്റിൽ 12 താരങ്ങളാണ് ഹാട്രിക് സെഞ്ചുറി പട്ടികയിൽ ഉള്ളത്. വിരാട് കോഹ്ലിയും രോഹിത്തും പട്ടികയിലെ ഇന്ത്യക്കാർ. ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗക്കാര 4 തുടർ സെഞ്ചുറികളുമായി ഒന്നാമൻ. പാകിസ്ഥാൻ താരങ്ങളായ സഹീർ അബ്ബാസ്, സയ്യിദ് അൻവർ, ബാബർ അസം, ഫക്കർ സമാൻ എന്നിവർ തുടരെ 3 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഇതിൽ ബാബർ അസമാകട്ടെ 2016-ലും 2022-ലുമായി 2 തവണ നേട്ടത്തിലെത്തി. 2016-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഹാട്രിക് സെഞ്ചുറി കുറിച്ച ബാബർ അസം 2022-ൽ ഓസ്ട്രേലിയക്കെതിരെ 2-ഉം വെസ്റ്റ് ഇൻഡീസിനെതിരെ 1 സെഞ്ചുറിയും തുടരെ നേടി നേട്ടം ആവർത്തിച്ചു. ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ എബി ഡിവില്ലിയേഴ്സ്, ക്വിന്റൻ ഡീകോക്ക്, ഹെർഷൽ ഗിബ്സ് എന്നിവരും തുടരെ 3 സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ജോണി ബെസ്റ്റോ, ന്യൂസിലൻഡ് താരം റോസ് ടൈലർ എന്നിവരുമുണ്ട് പട്ടികയിൽ. 2 തവണ ഹാട്രിക് സെഞ്ചുറി കുറിച്ച ബാബർ അസമിന്റെ റെക്കോർഡിലെത്തുമോ വിരാട് കോഹ്ലി? ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി കിരീടം ഉയർത്തുമ്പോൾ പരമ്പരയുടെ താരമെന്ന പകിട്ട് സ്വന്തമാക്കുമോ? വിരമിക്കണമെന്ന് ആഗ്രഹിച്ച ഡ്രസ്സിംഗ് റൂമിൽ തന്നെയുള്ള വിമർശകർക്ക് ഒരിക്കൽ കൂടി ബാറ്റ് കൊണ്ട് മറുപടി നൽകുമോ? കാത്തിരിക്കാം.